സിദ്ധാർത്ഥൻ പൂർണ്ണ ആരോഗ്യവാനായതു മുതൽ ഒരു കുരുക്കിലകപ്പെട്ട് കഴിയുകയാണ് പ്രഭാവതി ഇപ്പോൾ. ദേവിയെ ഒഴിവാക്കി വിടാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ നന്ദനെയും മീരയും അടുപ്പിക്കാനും പറ്റുന്നില്ല. മുനയൊടിഞ്ഞ പെൻസിൽ പോലെ ചന്ദ്രോത്ത് നോക്കുകുത്തിയായി ഇപ്പോൾ നിൽക്കുന്നു. പക്ഷേ ആള് പലതും ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബോംബ് പ്രഭാവതി ഉടനെ പൊട്ടിക്കും. അതോടെ സുഗമോദേവി സീരിയലിൻ്റെ കഥ വഴി മാറി മറിഞ്ഞിരിക്കും. ദേവിയുടെ നല്ല കാലം ഉടൻ അവസാനിക്കാൻ പോകുകയാണ്. നന്ദനെയും മീരയും ഒരുമിപ്പിക്കാൻ പ്രഭാവതി പ്രയോഗിക്കാൻ പോകുന്നത് ബ്രഹ്മാസ്ത്രം തന്നെയായിരിക്കും. ദേവിയെയും നന്ദനെയും തമ്മിൽ തെറ്റിക്കുക. സംശയത്തിൻ്റെ വിത്തുകൾ പ്രഭാവതി ദേവിയിൽ വിതയ്ക്കാൻ പോകുന്നു. പ്രഭാവതി നേരിട്ട് ഇതിന് ഇറങ്ങിയാൽ ദേവി വിശ്വസിക്കില്ല. ദേവി കാണുന്ന രീതിയിൽ പല സാഹചര്യങ്ങൾ പ്രഭാവതി ദേവിക്ക് മുന്നിൽ ഒരുക്കി കൊടുക്കും. നന്ദനോട് പിണങ്ങി ദേവി ചന്ദ്രോത്ത് വിട്ട് പോയാൽ പിന്നെ ദേവിക്കൊരു തിരിച്ചുവരവ് ഉടനുണ്ടാകില്ല. നന്ദന് മീരയോട് ഒരു ഇഷ്ടം ഉടലെടുത്തുവെന്ന് ദേവിയെ കാണിക്കാൻ ചിലപ്പോൾ ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് നന്ദനെ റൂമിൽ ഉറക്കിക്കിടത്തി മീരയെ നന്ദൻ്റെ മുറിയിലേക്ക് അയക്കാനും പ്രഭാവതി മടിക്കില്ല. പ്രഭാവതി തന്നെ കുതന്ത്രങ്ങൾ ഓരോന്ന് തുടങ്ങുന്നതേയുള്ളൂ. വരും ദിവസങ്ങളിൽ നന്ദനും ദേവിയും കരുതിയിരിക്കുക തന്നെ വേണം. ഈ ഒരു അഗ്നിപരീക്ഷ ദേവി ജയിച്ചാൽ പിന്നെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. എന്നാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.